قال الله عز وجل في قرآنه الكريم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലെ 6ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. റമളാൻ വളരെ വേഗം കഴിഞ്ഞു പോകും. ഒരു 3 വെള്ളിയാഴ്ചയും കൂടി കഴിഞ്ഞാൽ റമളാൻ അവസാനിക്കും. അപ്പോൾ ഈ പരിശുദ്ധ റമളാനിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്. നോമ്പ് പിടിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ റമളാൻ നോമ്പ് പിടിച്ച് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ റമളാനിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരാൾ ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയും നോമ്പ് പിടിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഈമാൻ ഇഹ്തിസാബ്, പ്രതിഫലം ആഗ്രഹിച്ച് ഈമാനോടുകൂടി നോമ്പ് ഉപയോഗപ്പെടുത്താൻ, പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് പരിശുദ്ധ റമളാനിലാണ് എന്ന് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചു. ഖുർആനിന്റെ മഹത്വം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കാതെ മുഅ്മിനായി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിന്റെ വിശദീകരണമാണ്. വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വിവച്ഛേദിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഇതാണ് ഖുർആനിന്റെ പ്രത്യേകത. 1 ഫുർഖാനാണ്, 2 ഹുദയാണ്, 3 വബയ്യിനാത്തിൻ മിനൽ ഹുദയാണ്, 4 വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിനെ കൃത്യമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഖുർആൻ ഓതേണ്ടത് പരിശുദ്ധ റമളാനിലാണ്. നമ്മൾ മനസ്സിലാക്കണം. റമളാൻ 6 കഴിഞ്ഞു, ഖുർആന്റെ എവിടം വരെ നമ്മൾ ഓതി നമ്മൾ ചിന്തിക്കണം. റമളാൻ 6ആയി, എത്ര നമ്മൾ ഓതി? ഒരു ജുസെങ്കിലും കഴിഞ്ഞോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ റമളാനിലല്ലാതെ ഇതുപോലെ ഖുർആൻ ഓതാൻ മറ്റൊരു മാസം നമുക്ക് വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സൂറത്തുൽ ഇസ്രാഇന്റെ 9ാമത്തെ വചനത്തിൽ പറയുന്നത് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത് നന്മയിലേക്ക് മാത്രമാണ്. ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ ഒരിക്കലും അവൻ പിഴച്ചു പോവില്ല. ഒരു തോന്നിയവാസവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അവൻ മയക്കുമരുന്നിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും, സാമ്പത്തിക അതിക്രമങ്ങളിൽ നിന്നും, അതേപോലെ തന്നെ എല്ലാവിധ തിന്മകളിൽ നിന്നും അവൻ മാറി നിൽക്കും. അവന്റെ നാവിനെയും കണ്ണിനെയും മനസ്സിനെയും അവൻ നിയന്ത്രിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാം നീതിയും നന്മയും അവൻ പുലർത്തും. ഖുർആൻ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഈ ഖുർആൻ മനുഷ്യനെ ക്ഷണിക്കുന്നത് യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്കാണ്. വയബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. അന്ന ലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ അല്ലാഹു ആകാശത്തിനല്ല ഇറക്കിയത്, ഖുർആൻ ഭൂമിയുടെ മുകളിലുമല്ല ഇറക്കിയത്, ഖുർആൻ പർവ്വതത്തിലുമല്ല ഇറക്കിയത്. ഖുർആൻ ഇറക്കിയത് മനുഷ്യ ഹൃദയങ്ങളിലേക്കാണ്, മനുഷ്യരിലേക്കാണ്. ഖുർആൻ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരേ ഒരു വിഭാഗം മനുഷ്യരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഒരു പർവ്വതത്തിന് പോലും വിശുദ്ധ ഖുർആൻ താങ്ങാൻ കഴിയുമായിരുന്നില്ല. ഒരു പർവ്വതത്തിന് പോലും ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്
ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ ഒരു പർവതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്, പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് ആ പർവതം കിടുങ്ങുന്നത് നിനക്ക് കാണുമായിരുന്നു. പക്ഷെ മനുഷ്യന്റെ ഹൃദയങ്ങൾ, അതാണ് ഈ പാറയുടെ പ്രത്യേകത. പാറ, കരിമ്പാറയിൽ നിന്നാണ് നീതിറവ ഉണ്ടാകുന്നത്. എത്ര ഉറച്ച പാറയും അതിൻ്റെ ഉള്ളിൽ നിന്ന് നീതിറവ പുറത്തേക്ക് വരാം. പക്ഷെ മനുഷ്യന്റെ ഹൃദയം കടുത്തുപോയാൽ അതിന് പിന്നെ നീതിറവ വരാൻ പാടാം. അതാണ് ഖസത്ത് ഖുലൂബുഹും, ഹൃദയം കടുത്തവർ എന്ന് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറക്കിയ ഈ ഖുർആൻ, അത് നമ്മൾ ഏറ്റെടുക്കുകയും പകർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ ഘടകമാണ്. ഈ അടുത്ത കാലത്ത് ചില ആളുകൾ ഖുർആനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവരോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾക്ക് ഈ ഖുർആന്റെ വിഷയത്തിൽ സംശയമുണ്ടോ? 114 അധ്യായങ്ങളുള്ള 30 ജുസുകളായി നിലകൊള്ളുന്ന 6000 ചില്ലാനം ആയത്തുകളുള്ള ഈ ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഖുർആനെ വിമർശിക്കുന്ന ആളുകളോട് ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു സൂറത്ത് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾക്കൊറ്റക്ക് സാധിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിന് പുറമെ നിങ്ങൾ സാക്ഷികളായി മറ്റുള്ളവരെയും സ്വീകരിച്ചോളൂ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങളുടെ വിമർശനത്തിൽ, നിങ്ങളുടെ സംശയത്തിൽ സത്യസന്ധതയുണ്ടെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വെല്ലുവിളി നടത്തിയിട്ട് നാളിതുവരെ ഖുർആനിന്റെ ഏറ്റവും ചെറിയ അധ്യായം ഇന്നാ അഅ്തൈനാകൽ കൗസർ, സൂറത്തുൽ കൗസറിനെ പോലും വെല്ലുന്ന ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഖുർആൻ മറിച്ചു നോക്കുമ്പോൾ നമുക്കൊക്കെ രസകരമായി ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഈ സൂറത്തും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ. മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന ആയത്തിന് പകരമായി ഒരു ആയത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ ആയത്താണ് അൽ ഫീലു മൽ ഫീലു വമാ അദ്റാക മൽ ഫീൽ. ഇതൊരു പാരഡിയാണ്, ആയത്തല്ല. ആധുനിക ലോകത്ത് ഇസ്ലാമിന്റെ, പ്രത്യേകിച്ച് ഖുർആൻ വിമർശകർ ഖുർആനിന് പകരമായി ഒരു ആയത്ത് കൊണ്ടുവന്നു. വളരെ തമാശയായി നമുക്ക് തോന്നും. എന്താണെന്നറിയുമോ? അൽ കൊറോണ മൽ കൊറോണ വമാ അദ്റാക മൽ കൊറോണ, ഇങ്ങനെ പാരടി കൊണ്ടുവരാന്നല്ലാതെ ഖുർആനിന് പകരം ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഖുർആന്റെ ഒരു ആയത്ത് പോലും തെറ്റാണെന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. വിമർശനങ്ങൾ ഉന്നയിക്കാം. അല്ലാഹു പറയുന്നുണ്ട്, ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈന യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ഖുർആനിന്റെ മുമ്പിലൂടെയോ പിമ്പിലൂടെയോ നിങ്ങൾ മറിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ബാത്തിലില്ല. ബാത്തിലില്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളിൽ എത്ര ദുർബലമായ ഹദീസുകളുണ്ട് അല്ലേ? ഹദീസ് ഗ്രന്ഥങ്ങളിൽ എത്ര ലഈഫായ ദുർബലമായ ഹദീസുകളുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ എവിടെയും ബാത്തിലില്ല, ദുർബലതകളില്ല, നിരർത്ഥകതകളില്ല. അതാണ് ഖുർആന്റെ സവിശേഷത. മാത്രമല്ല സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഒരു ജനതയെ മാറ്റിയ ഗ്രന്ഥമാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അലിഫ് ലാം മീം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ഗ്രന്ഥം. ഇതിന്റെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ എത്യോപ്യയിലേക്ക് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയി എത്തിയത് നസ്രാനിയായ നജ്ജാസിയുടെ മുമ്പിലാണ്. നജ്ജാസി രാജാവിന്റെ കീഴിൽ എത്യോപ്യയിലേക്ക് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടെന്ന വിവരം അറിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് അബൂജഹലും അബൂ സുഫിയാനും അടക്കമുള്ള ആളുകൾ ചാരന്മാരെ വിട്ടു. ഇതാ പുത്തൻവാദികളും സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരുമായ ആളുകൾ എത്യോപ്യയിലേക്ക് വന്നിട്ടുണ്ട്. ജഅഫർ ബിൻ അബി ത്വാലിബിനെ നജ്ജാസി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ശവന്തീനികളായിരുന്നു. മയ്യിത്തിനെ, ചത്തതിനെ, ശവത്തെ ഞങ്ങൾ തിന്നിരുന്നു. ഞങ്ങളിൽ ദുർബലരെ സമ്പന്നർ ചൂഷണം ചെയ്തിരുന്നു.
പെൺകുട്ടികളെ ഞങ്ങൾ കുഴിച്ചു മൂടിയിരുന്നു. ഞങ്ങൾ ശരിബൽ ഖംർ, കള്ളു കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാത്ത തോന്നിയവാസങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നു. ആ പ്രവാചകൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും 5 നേരം നമസ്കരിക്കണമെന്നും പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും ഞങ്ങളെ കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യുദ്ധത്തിലും പെണ്ണിലും മദ്യത്തിലും സാമ്പത്തിക അരാജകത്വത്തിലും തമ്മിൽ കൊലയിലും ജീവിച്ച ഞങ്ങളെ പ്രകാശത്തിലേക്ക് ആ ഖുർആൻ കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങൾ ഏറ്റവും നല്ല സമുദായത്തിന്റെ ഉടമസ്ഥരാണ്. നജാസി കൗതുകത്തോടു കൂടി ചോദിച്ചു, ഈസാ നബിയെ കുറിച്ച് എന്തെങ്കിലും ഖുർആനിലുണ്ടോ? ഈസാ നബിയെ കുറിച്ച് എന്തെങ്കിലും ഖുർആനിലുണ്ടോ? സൂറത്തുൽ മറിയമിന്റെ 1 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമ്പോ നജാസിയുടെ കൊട്ടാരത്തിലുള്ള പുരോഹിതന്മാരും കരഞ്ഞുപോയി എന്നാണ്. അങ്ങനെ സൂറത്തു മറിയമിന്റെ ഓരോ ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോ നജാസിയുടെ രാജകൊട്ടാരത്തിലെ ആളുകളും കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ജഅഫർ ബിൻ അബി ത്വാലിബ്, നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾ അഭയാർത്ഥികളായി വന്നത് ശരിയാണ്. പക്ഷേ ഇനി നിങ്ങൾ അഭയാർത്ഥികളല്ല, ഞങ്ങളുടെ സഹോദരങ്ങളാണ്. മക്കയിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾ തിരിച്ചു തരില്ല, അങ്ങോട്ട് കൊടുക്കില്ല. ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റം, ആ മാറ്റം ചെറിയൊരു മാറ്റമല്ല. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ മദ്യനിരോധന ഓർഡർ ഇറക്കിയിട്ട് എത്ര മദ്യം നിരോധിച്ചു? ഏതോ 50 ബാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് 2024 ആയപ്പോ 800-ലധികം ബാറായി. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുന്നു മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്. എന്നാൽ അണികൾ മുഴുവനും മദ്യപാനികളും ലഹരിയുടെ വക്താക്കളുമായി മാറുന്നു. ആർക്കാണ് പിടിച്ചു നിർത്താൻ പറ്റുക? ആർക്കാണ് ലഹരിയെയും മദ്യത്തെയും നിരോധിക്കാൻ പറ്റുക? എത്ര വർഷമായി നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട്? എന്നാൽ കേവലം 23 കൊല്ലം കൊണ്ട് മദ്യപിച്ച് പള്ളിയിൽ വന്നിരുന്ന സ്വഹാബത്തിനെ, മദ്യപിച്ച് ജീവിച്ച സ്വഹാബത്തിനെ 3 ആയത്തുകൾക്ക് അവസാനം ഫഹൽ അൻതും മുന്തഹൂൻ എന്ന അവസാന താണിക്കല്ലടിച്ചതോടുകൂടി വിരമിക്കാറായില്ല എന്ന ചോദ്യത്തോടുകൂടി മദ്യത്തിന്റെ ബീപ്പകൾ തല്ലിപ്പൊട്ടിക്കുമാറ് ഒരു സമുദായത്തെ മാറ്റിയത് വിശുദ്ധ ഖുർആനിന്റെ സ്വാധീനമല്ലാതെ പിന്നെ എന്താ? വ്യഭിചാരം ജീവിതത്തിൽ തെറ്റല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അന്നത്തെ അറേബ്യൻ ജനസമൂഹം ജീവിച്ചു കൊണ്ടിരുന്നത്. ഫുളൈൽ ഇബ്നു ഇയാൽ എന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ വ്യഭിചാരിയായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാൽ സൂറത്തുൽ ഹദീദിന്റെ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ എന്ന വചനം അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന എവിടെ വെച്ചെന്നറിയുമോ? അദ്ദേഹത്തിന്റെ കാമുകിയുടെ വീടിന്റെ അന്നത്തെ വെയിലി ചാടിക്കടന്ന് അവളെ ഭോഗിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ആരോ ഓതുന്നു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിന്റെ ദിക്റിനെ ഓർത്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ ഭയപ്പെടാനുള്ള സമയമായില്ലേ എന്ന വചനം കേട്ടിട്ടാണ് ഫുളൈൽ എന്ന വ്യഭിചാരിയായി ജീവിച്ച മനുഷ്യൻ വ്യഭിചാരത്തിന് വേണ്ടി വെച്ച കാല് പിന്നിലേക്കെടുത്ത് തൗബ ചെയ്ത് ഇപ്പോൾ അതിന്റെ സമയമായി എന്ന് പറഞ്ഞ് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അത്ഭുതകരമായ നിമിഷങ്ങളിൽപ്പെട്ട ഒന്നാണ്. എന്തിനേറെ പറയുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയത് ഉമർ മാറുമെന്ന് ലോകത്ത് ആരെങ്കിലും ഒന്ന് വിശ്വസിച്ചിരുന്നോ? അറേബ്യയിലെ ഒരു ഉമർ പോയിട്ട് ഉമറിന്റെ വീട്ടിൽ വളർത്തുന്ന ഒരു കഴുത പോലും മുസ്ലിമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് പ്രവാചകന്റെ രഹസ്യ പ്രബോധന ജീവിതം ആരംഭിക്കുന്നത്. സൈകെട്ട് മക്കയിലെ പീഡനങ്ങൾക്കൊടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസമായി കിട്ടിയത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ്. അന്ന് അബൂജഹൽ ഒരു ഭാഗത്ത്, അതേപോലെ ഉമർ മറുഭാഗത്ത്. ഊരിപ്പിടിച്ച വാളുമായി കടന്നു വരുമ്പോ നുഐം എന്നൊരു വ്യക്തി പറഞ്ഞു, എങ്ങോട്ടാ ഉമറെ പോകുന്നത്? ഉമറിനോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. ഉമർ എന്നത് മദ്യത്തിൽ ജീവിച്ച മനുഷ്യനാണ്. ആ ഏറ്റവും തോന്നിവാസം ചെയ്ത മനുഷ്യനായ ഉമർ സ്വന്തം മകളെ കൊന്നുകളഞ്ഞ, പെണ്ണായതിന്റെ പേരിൽ കൊന്നുകളഞ്ഞ ഉമർ ഇതാ കടന്നു വരുന്നു റസൂലുള്ളാഹിയെ കൊല്ലാൻ. നുഐം പറഞ്ഞു, പ്രവാചകനെ കൊല്ലുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ നിന്റെ അളിയൻ സഈദും നിന്റെ പെങ്ങള് ഫാത്തിമയും ഖബ്ബാബിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുന്നുണ്ട്.
ദേഷ്യപ്പെട്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക്, തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ അവിടെ പാരായണം ചെയ്യുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടിച്ചു വാതിൽ തുറന്നുള്ളിലേക്ക് കയറിയപ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സഈദ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറ്റി ഒളിച്ചിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫാത്തിമയെ ഒരുപാട് തല്ലി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ പേര് ഫാത്തിമ എന്നാണ്. ഒരുപാട് ഉപദ്രവിച്ചു. ഫാത്തിമയുടെ ശരീരത്തിൽ നിന്ന് രക്തം തെറിച്ച് വീണപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് അവസാനം പറഞ്ഞു, ഫാത്തിമ നിന്റെ കയ്യിലുള്ള ഖുർആൻ ഒന്ന് ഓതാൻ എനിക്ക് തരുമോ? ഫാത്തിമ അതിനേക്കാൾ ഗൗരവത്തോടു കൂടി പറഞ്ഞു, ഉമറെ, നിന്നെ പോലെയുള്ള നജസ്സുകൾക്ക് ഓതാനുള്ളതല്ല ഖുർആൻ. കുളിച്ച് ശുദ്ധിയായിട്ട് വരൂ. ഉമർ റളിയല്ലാഹു കുളിച്ച് ശുദ്ധിയായിട്ട് വന്നു. ഖുർആൻ എടുത്തു. സൂറത്ത് ത്വാഹയുടെ വചനങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ഓതി, 8 വചനങ്ങൾ ഇങ്ങനെ ഓതി. അവസാനം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് ആ മറന്നിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമറെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട്. റസൂൽ ദുആയിരുന്നു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീനിനെ സഹായിക്കണേ അല്ലാഹ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനെ കാണാൻ പോയി. പ്രവാചകനെ കൊല്ലാൻ ഉമർ വരുമെന്ന് അവർക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു വരുന്നതും പ്രതീക്ഷിച്ച് വീടിന്റെ വാതിൽ അടച്ച് ആ വാതിലിന്റെ അരികിൽ ഒരാൾ കാവലിരുന്നു. അതാണ് ഹംസ റളിയല്ലാഹു അൻഹു. വാതിൽ കുത്തി തുറന്ന് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു വട്ടം പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്തിനാ? റസൂലുള്ളാഹിയെ കൊല്ലാൻ വരുന്നു എന്ന് കരുതിയിട്ട് വട്ടം പിടിച്ചു. അവസാനം പ്രവാചകന്റെ മുഖത്തോക്കി പറഞ്ഞു, റസൂൽ, എനിക്ക് മുസ്ലിം ആവണം. കരിമ്പാറയേക്കാൾ ഉറച്ച ഹൃദയങ്ങളെ വിശുദ്ധ ഖുർആൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെയും മാറ്റും. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു സമൂഹം വരും. ആ സമൂഹത്തിന്റെ പ്രത്യേകത യഖ്റഊനൽ ഖുർആൻ, വളരെ മനോഹരമായി ഖുർആൻ ഓതും, വളരെ മനോഹരമായി നിസ്കരിക്കും, വളരെ നന്നായി നോമ്പ് പിടിക്കും. പക്ഷേ അവരുടെ തൊണ്ട കുഴിവിട്ട് ഖുർആൻ ഇറങ്ങില്ല. ഹനാജിർ വിട്ട് തൊണ്ട കുഴിവിട്ട് ഖുർആൻ ഇറങ്ങാത്തൊരു സമൂഹത്തെ കണ്ടാൽ ഓർക്കുക, അവർ ഫിത്നയുടെ വക്താക്കളാണ്. അവരുടെ ഖുർആനോത്ത് മനോഹരമായിരിക്കും, അവരുടെ നിസ്കാരം മനോഹരമായിരിക്കും. അവർ യംറുകൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് തെറിച്ചു പോകും. കയംറുകു സഹ്മു മിനർ റമിയ, വേട്ടമൃഗത്തെ തട്ടി അമ്പ് തെറിച്ചു പോകുന്നത് പോലെ. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയും ഖുർആനാണ്. മൊബൈൽ നോക്കിയാൽ ഖുർആൻ, പള്ളിയിൽ ഖുർആൻ, വീട്ടിൽ ഖുർആൻ, കാറിൽ ഖുർആൻ. എന്തിനേറെ പറയുന്നു, നമ്മളൊക്കെ ഓതേണ്ട സൂറത്തുകളും ആയത്തുകളും ഒക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? ഉറങ്ങാൻ നേരത്ത് ഓതേണ്ടത്, എല്ലാ നിസ്കാര ശേഷവും ഓതേണ്ട ഫലഖുൻ നാസും ഇഖ്ലാസും, ഇതൊക്കെ നമുക്കറിയാം. നമുക്കൊന്നിനും സമയമില്ല. ഖുർആൻ കേൾക്കും, അതിനെതിരായി പ്രവർത്തിക്കും. ആ ഒരു രീതിയിൽ നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ നന്നാവില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് ഉണ്ടാവില്ല. ഈ പരിശുദ്ധ റമളാനിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് നന്നായും ഇരുന്ന് ഓതി പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ ഓതുന്നവർക്കുള്ള സവിശേഷത അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ അഹ്ലുകാരുണ്ട്. അഹ്ൽ എന്ന് പറഞ്ഞാൽ കുടുംബം, അല്ലെങ്കിൽ അഹ്ൽ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാർ. അവരാരാണ്? റസൂലുള്ളാഹിയോട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മൻഹും, ആരാണവർ? ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ അള്ളാഹുവിന്റെ അഹ്ലുകാരാണ്, അള്ളാഹുവിന്റെ സവിശേഷക്കാരാണ്. നമ്മൾ അഹ്ലു ബൈത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും, തങ്ങന്മാരെ കുറിച്ച് ചർച്ച ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള തങ്ങന്മാർ അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണോ അല്ലേ നമ്മൾ ചർച്ച ചെയ്യും. അതിനേക്കാൾ പ്രാധാന്യമുള്ള അഹ്ലുല്ലാ എന്ന് വിളിക്കുന്ന, അഹ്ലുല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച ആളുകളാണ് ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവർ. അതിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തത്, രാത്രിയൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ നോമ്പ് പിടിച്ച് കഷ്ടപ്പെട്ട് ഈ ചൂടത്ത് നോമ്പ് പിടിച്ച് നിസ്കരിച്ച് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമാണ്. വിശുദ്ധ ഖുർആനൊക്കെ ദീർഘമായി ഓതിയ തറാവീഹ് നമസ്കാരങ്ങളും ഖിയാമുൽ ലൈലും ഒക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ തൊണ്ടയിലെ വെള്ളം വറ്റും. ഈ പ്രയാസങ്ങളൊക്കെ നമ്മൾ സഹിച്ചിട്ട് ഈ ഉറക്കം ഒന്ന് ഖുർആൻ എടുത്താൽ തന്നെ പല ആളുകൾക്ക് ഉറക്കം വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഖുർആൻ ഓതുന്നവർക്കുള്ള സവിശേഷത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫൈന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ ഓതുന്ന ആളുകൾക്ക്, അസ്ഹാബുൽ ഖുർആൻ, ഖുർആന്റെ ആളുകൾക്ക് ഖുർആൻ ശുപാർശകനായി പരലോകത്ത് വരും.
ഇനി നമ്മൾ വീട്ടിൽ ഓതേണ്ട 2 ശ്രദ്ധേയമായ സൂറത്തുകളുണ്ട്. ഒന്ന് സൂറത്തുൽ ബഖറ, 2 സൂറത്തുൽ ആൽ ഇംറാൻ. ഈ 2 സൂറത്തുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സഹ്റാവൈനി, 2 പ്രകാശങ്ങൾ, 2 പുഷ്പങ്ങൾ എന്നാണ്. സൂറത്തുൽ ബഖറ ഓതേണ്ട ഏറ്റവും നല്ല സ്ഥലം വീടുകളാണ്. സൂറത്തുൽ ആൽ ഇംറാൻ ഏകദേശം 2.5 ജുസുകളാണ് സൂറത്തുൽ ബഖറ. അതേപോലെ തന്നെ 2 ജുസുകൾ അടുപ്പിച്ചുണ്ട് സൂറത്തുൽ ആൽ ഇംറാൻ. ഇതൊക്കെ ഈ പരിശുദ്ധ റമദാനിന്റെ തുടക്കത്തിലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓതി തീർക്കണ്ടേ. ഈ സൂറത്തുകളുടെ പ്രത്യേകത അതാണ്. മാത്രമല്ല റസൂൽ പറഞ്ഞു, അർശിന്റെ തണൽ സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫി ളില്ലിഹി, അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു തണലിനെ കുറിച്ച് റസൂൽ അഡീഷണൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആൽ ഇംറാനും ഗമാമതാനി, മേഘമായി പരലോകത്ത് കടന്നു വരും. മേഘമായി, തണൽ നൽകുന്ന മേഘമായി വിശ്വാസികൾക്ക് പരലോകത്ത് കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ. അതേപോലെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ഓതുന്ന സദസ്സുകൾ, ഏറ്റവും കൂടുതൽ ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നത്, ഖുർആൻ പഠനം നടക്കുന്ന റമദാനിലാണ്. പല ആളുകൾക്കും അങ്ങനെയുള്ള സദസ്സുകൾക്കൊന്നും പോകാൻ സമയമില്ല. ഈ മൊബൈലിൽ തോണ്ടി ഇങ്ങനെ അല്ലെ, ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്നത് മൊബൈലാണ്. കാണാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ കണ്ട്, കേൾക്കാൻ പറ്റുന്നതും പറ്റാത്തതും ഒക്കെ കേട്ട് ഇങ്ങനെ സമയം കളയുമ്പോൾ ഒരു ഹദീസ് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഇദാകാന യൗമുസൗമി അഹദിക്കും, നോമ്പുകാരനായാൽ ഫലാ യർഫുസ്. യർഫുസ് എന്ന് പറഞ്ഞാൽ ശൃംഗാരം പാടില്ല. നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും ഇത്തരത്തിലുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ്, ആ നോമ്പിന് ചൈതന്യം ഉണ്ടാവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഖുർആൻ ഓതുന്ന സദസ്സുകൾക്കുള്ള പ്രത്യേകത ഇല്ലാ നസലത് അലൈഹിമുസ് സഖീന, സമാധാനമുള്ള ഒരു സദസ്സായിരിക്കും അത്. വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം പൊതിയുന്ന സദസ്സായിരിക്കും. വഖഫത്തുഹുമുൽ മലായിക, മലക്കുകൾ വലയം ചെയ്യുന്ന സദസ്സായിരിക്കും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹുവിന്റെ അടുത്ത് അവരെ കുറിച്ച് പറയപ്പെടും. ഇനി മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഓതുന്ന ഓരോ സൂറത്തുകൾക്കും ഓരോ ഹറഫിനും പ്രതിഫലമുണ്ട്. ഞാനിത് പറയുന്നത് കേട്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരു അരമണിക്കൂർ മാറ്റിവെച്ച് എല്ലാ ദിവസവും ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റസൂൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അലിഫ് ലാം മീം എന്നൊരു ഹറഫായിട്ടല്ല പറയുന്നത്. ഖുർആൻ ഒരൊറ്റ ഹറഫുള്ള എത്ര ആയത്തുകളുണ്ട്? നൂൻ, ഖാഫ്, അല്ലെ, അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാ മീം, ഇങ്ങനെ എത്രയോ സൂറത്തുകൾ കാണാൻ കഴിയും. ഇതിന് വിശാലമായ അർത്ഥങ്ങളൊന്നുമില്ലെങ്കിലും ആ ഹറഫുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ച സാഹിത്യമാണ്. അതിനെ ചൂണ്ടിയിട്ട് റസൂൽ പറഞ്ഞത്, നൂൻ ഒരു ഹറഫാണ്, ഖാഫ് ഒരു ഹറഫാണ്, അലിഫ് ലാം റാ, ഇങ്ങനെ എന്തെല്ലാം സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ഹറഫുകൾ. ആ ഹറഫുകൾക്ക് വരെ 10 പ്രതിഫലമുണ്ട്. ഓരോ ഹറഫിനും 10 പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, കറാമത്ത് കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. കറാമത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് കരുതി കറാമത്തില്ല എന്ന് നമ്മൾ ധരിക്കേണ്ട. അള്ളാഹുവിന്റെ അടിമകൾക്ക് കറാമത്ത് അള്ളാഹു കൊടുക്കും. ആ കറാമത്ത് മറച്ചു വെക്കുക എന്നതാണ് ഒരു അടിമ ചെയ്യേണ്ടത്. എങ്കിൽ കറാമത്ത് കിട്ടുന്ന ഏറ്റവും നല്ല വിഭാഗം വിശുദ്ധ ഖുർആൻ ഓതുന്നവർക്കാണ്. പരലോകത്തവർക്ക് കറാമത്തുണ്ട് എന്ന് മാത്രമല്ല, ഹുല്ലത്തൽ ഖറാമത്തി, കറാമത്തിന്റെ ആഭരണം അള്ളാഹു അവരെ ധരിപ്പിക്കും. മാത്രമല്ല, ഹുല്ലത്തുൽ കറാമത്ത് മാത്രമല്ല, അവർക്ക് താജുൽ കറാമത്തി, കറാമത്തിന്റെ കിരീടം ധരിപ്പിക്കും. ആരാവണം? വിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളാവണം. ഇനി ഒന്ന് ചിന്തിക്കുക, ഖുർആൻ ഇത്ര കാലം ഓതിയിട്ടും പ്രയാസപ്പെട്ട് ഇപ്പോഴും ഓതുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ഓരോ ഹറഫുകൾ ഇങ്ങനെ ഓതാൻ പറ്റുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഈ റമദാനോട് കൂടിയെങ്കിലും നമ്മൾ അതിന് പരിഹാരം ഉണ്ടാക്കണം. പ്രായം ചെന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രായം കുറഞ്ഞ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഓതുമ്പോൾ തപ്പി പോകുന്ന, അതുകൊണ്ട് ഞാൻ ഓതുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഓതിയിട്ട് ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് വരുന്നില്ല, അല്ലെ, ഓരോ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോൾ തെറ്റ് സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തെറ്റ് പേടിച്ച് സമയെടുത്ത് പ്രയാസപ്പെട്ട് ഇങ്ങനെ ഒഴുക്കിന് ഓതാൻ പറ്റാതെ എല്ലാ റമദാനും നമുക്ക് അങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നമ്മൾ എന്തെല്ലാം പഠിക്കുന്നുണ്ട്, എന്തെല്ലാം നമ്മൾ പഠിച്ചു. സയൻസ് പഠിച്ചു, കണക്ക് പഠിച്ചു, മാത്സ് പഠിച്ചു, അറബി പഠിച്ചു, മലയാളം പഠിച്ചു, എന്തെല്ലാം പഠിച്ചു. ഇപ്പൊ ഖുർആൻ നമ്മൾ ഓതാൻ നന്നായി പഠിക്കണം. ആ പഠിക്കുന്നതിന്റെ തുടക്കത്തിൽ നമ്മൾ വിക്കി പ്രയാസപ്പെട്ട് ഓതിയാൽ അതിന് വരെ ലഹു അജ്റാനി, 2 പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഏറ്റവും ഉത്തമന്മാരാരാണ്?
സമൂഹത്തിലെ ഏറ്റവും ഉത്തമന്മാർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ മതപണ്ഡിതന്മാരായിരിക്കും, അല്ലെങ്കിൽ വലിയ സമ്പന്നരായിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നവർ അവരെക്കാൾ ഒരു മതപണ്ഡിതന്റെ ദറജയും ഉയരില്ല. അത്തരത്തിലുള്ളവരാവണം മതപണ്ഡിതന്മാർ. അവർക്കാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ ഓതുന്ന മുസ്ലിമും ഓതാത്ത മുസ്ലിമും, ഖുർആൻ ഓതുന്ന തെമ്മാടിയും ഓതാത്ത ഫാസിക്കും, ഈ വിഭാഗത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു. ഖുർആൻ നന്നായി ഓതുന്ന മുഅ്മിന്റെ പ്രത്യേകത മധുര നാരങ്ങ പോലെയാണ്, ഓറഞ്ച് പോലെയാണ്. എന്താ പ്രത്യേകത? ഓറഞ്ച് പൊളിക്കുമ്പോൾ റീഹുഹാ ത്വയ്യിബ്, നല്ല ഗന്ധമാണ്. അത് വായിലേക്ക് എടുത്തു വെക്കുമ്പോഴോ തുഅമുഹാ ത്വയ്യിബ്, നല്ല രുചിയാണ്. എന്നാൽ ഖുർആൻ ഓതാത്ത മുസ്ലിം അവൻ കാരക്ക പോലെയാണ്. നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്ക എടുത്തു വെച്ചിട്ട് കാരക്കയുടെ ഗന്ധം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ? കാരക്കയ്ക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല, എന്നാൽ കഴിക്കുമ്പോഴോ തുഅമുഹാ ത്വയ്യിബ്, നല്ല രുചിയാണ്. ഇനി ഖുർആൻ ഓതാത്ത തെമ്മാടിയായി, ഫാസിക്കായി, തോന്നിയവാസിയായി ജീവിക്കുന്ന ഖുർആൻ ഓതുന്നവന്റെ ഉപമ ഏതുപോലെയാണ്? റൈഹാൻ ചെടി പോലെയാണ്. റൈഹാൻ ചെടിക്ക് നല്ല വാസനയായിരിക്കും, വായിലെടുത്തു വെച്ചാൽ നല്ല കയ്പായിരിക്കും. അതാണ് ഖുർആൻ ഓതുന്ന ഫാസിഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതാത്ത ഫാസിഖിനെ കുറിച്ച് റസൂല് പറഞ്ഞത് ഒരുതരം കാഞ്ഞിരക്കുരു പോലെ ഇരിക്കും, കാണാനും ഗുണമുണ്ടാവില്ല, വായിലിട്ട് ചവച്ചാൽ കയ്പുമായിരിക്കും. ഈ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വേർതിരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിലേക്ക് അടുത്ത് ഖുർആൻ ജീവിതത്തിൽ പകർത്തി ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഓതേണ്ട രണ്ട് പ്രധാനപ്പെട്ട ആയത്തുകളുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം, ആയത്തുൽ കുർസി, അത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് രണ്ടായത്തുകൾ ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി എന്നുള്ള ആമന റസൂൽ, ഇത് നമ്മൾ കാണാതെ പഠിക്കണം. പിന്നെ ഫലക്, നാസ്, ഇഖ്ലാസ്, അതോടൊപ്പം സൂറത്തുൽ കാഫിറൂൻ, ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ നാട്ടിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ഇമാമിനെ കൊണ്ട് നമ്മൾ ഓതിപ്പിക്കേണ്ട രണ്ട് സൂറത്ത്, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ സജദ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ദഹ്ർ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്ർ, ഈ രണ്ട് സൂറത്തുകളും പ്രത്യേകം സുന്നത്താണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.